എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെലീനിയം ഓട്ടോമേഷൻ ഫ്രെയിംവർക്കിൽ എങ്ങനെയാണ് ഹെഡ്ലെസ് ടെസ്റ്റിംഗ് സപ്പോർട്ടും അതുപോലെ ഇംപ്ലിസിറ്റ് വെയിറ്റും ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ രണ്ട് കൺസെപ്റ്റും ഞാൻ ഓൾറെഡി സെലീനിയം ജാവ പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ രണ്ട് വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഡെമോയിലേക്ക് പോവുകയാണ്. ഞാൻ എക്ലിപ്സ് ഐഡി ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കോം ഡോട്ട് കോൺഫിഗറേഷനകത്ത് എഴുതിയിരിക്കുന്ന ബേസ് എന്ന ജാവ ക്ലാസ്സിനകത്ത് ഹെഡ്ലെസ് ടെസ്റ്റിംഗ് സപ്പോർട്ട് ആദ്യമേ ആഡ് ചെയ്യാൻ പോവാണ്. ക്രോമിൽ ഹെഡ്ലെസ് ടെസ്റ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ക്രോം ഓപ്ഷൻസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് റെഫറൻസ് യൂസ് ചെയ്ത് ആഡ് ആർഗ്യുമെന്റ്സ് എന്നുള്ള മെത്തേഡിനകത്ത് -- ഹെഡ്ലെസ് എന്നുള്ള ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. അതേപോലെ ഫയർഫോക്സിന്റെ കേസിൽ ഫയർഫോക്സ് ഓപ്ഷൻസ് എന്ന ക്ലാസ് യൂസ് ചെയ്യണം. അതുപോലെ എഡ്ജിന്റെ കേസിൽ എഡ്ജ് ഓപ്ഷൻസ് എന്നുള്ള ക്ലാസ് യൂസ് ചെയ്യണം. ഈ മൂന്ന് ക്ലാസിന്റെയും ഒബ്ജക്റ്റ് റെഫറൻസ് ഞാൻ ക്ലാസ് ലെവലിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. പബ്ലിക് സ്റ്റാറ്റിക് ഇനി ഫയർഫോക്സ് ഓപ്ഷൻസും എഡ്ജ് ഓപ്ഷൻസും എന്ന ക്ലാസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി Ctrl+Shift ഷോർട്ട് കട്ട് യൂസ് ചെയ്തു. ഇനി ഞാൻ ഈ ഫെൽസ് കണ്ടീഷനിലെ ഈ ഒരു പാർട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഇഫ് ഞാൻ എൽസ് ഇഫ് എന്നാക്കുവാണ്. അതിനുശേഷം ഇത് ഹെഡ്ലെസ് ക്രോം ആക്കുന്നു. ഇനി ക്രോം ഓപ്ഷൻസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റ് റെഫറൻസ് യൂസ് ചെയ്ത് ആഡ് ആർഗ്യുമെന്റ് എന്ന മെത്തേഡ് വിളിച്ച ശേഷം അതിൽ ആർഗ്യുമെന്റ് വാല്യൂ ആയിട്ട് -- ഹെഡ്ലെസ് എന്നുള്ള വാല്യൂ പാസ് ചെയ്യണം. അതിനുശേഷം ഒബ്ജക്റ്റ് റെഫറൻസ് ക്രോം ഡ്രൈവറിൻ്റെ അകത്ത് പാസ് ചെയ്യണം. ഇനി ഇത്രയും ഭാഗം ഞാൻ കോപ്പി ചെയ്യുവാണ്. അതിവിടെ കൊടുത്തു. ഇത് ഹെഡ്ലെസ് ഫയർഫോക്സ് എന്നാക്കുന്നു. ഇത് ഫയർഫോക്സ് ഓപ്ഷൻസ് എന്നാക്കുന്നു. ഇത് ഹെഡ്ലെസ് എഡ്ജ് എന്നാക്കുന്നു. എഡ്ജ് ഓപ്ഷൻസിന്റെ സ്പെല്ലിങ് തെറ്റായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ അത് കാണിക്കാൻ. വേറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇംപ്ലിസിറ്റ് വെയിറ്റിന്റെ കോഡും കൂടെ ആഡ് ചെയ്യാം. ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് ടൈംഔട്ട്സ് ഡോട്ട്
implicitly wait duration dot of seconds 50. നമുക്കൊന്നുകൂടെ ഈ ക്ലാസ് ഫയൽ ഒന്നുകൂടെ വെരിഫൈ ചെയ്യില്ല ഓക്കെ ആണോന്ന്. ഓക്കെ അല്ല ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് കമാൻഡ് പ്രോംപ്റ്റിൽ റൺ ചെയ്യാം. പ്രോപ്പർട്ടീസ്, ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുന്നു, പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു, അഡ്രസ് ബാർ CMD എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ആദ്യമേ ഹെഡ്ലെസ് ആയിട്ട് ഫോം റൺ ചെയ്യാം. clean test -d കഴിഞ്ഞ് സ്പേസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ബ്രൗസർ നെയിം ഈക്വൽ ടു, അതുപോലെ ഡബിൾ കോട്ട്സിനുള്ളിൽ വാല്യൂ കൊടുക്കണമെന്നുമില്ല. ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാതെ വാല്യൂ നമുക്ക് പാസ് ചെയ്യാം. ഇനി ഹെഡ്ലെസ് ആയിട്ട് റോമിനകത്ത് ടെസ്റ്റ് എക്സിക്യൂഷൻ നടക്കും. UI ഓപ്പൺ ആയി വരികയില്ല, അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ ഹെഡ്ലെസ് ടെസ്റ്റിംഗ് സപ്പോർട്ട് ആഡ് ചെയ്യുന്നത് എപ്പോഴും ഫ്രെയിംവർക്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് കേസുകൾ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കിട്ടും. അതാണ് ഹെഡ്ലെസ് ടെസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. ഹെഡ്ലെസ് ആയിട്ട് ക്രോം എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഫയർഫോക്സിലും ഹെഡ്ലെസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ക്രോം എന്നുള്ളത് ഫയർഫോക്സ് ആക്കുന്നു. തവണ -d കഴിഞ്ഞ് സ്പേസ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഗിക്കോ ഡ്രൈവറിന് ലോഗ് വരുന്നത് കാണാം. അതുപോലെ യു ആർ റണ്ണിങ് ഇൻ ഹെഡ്ലെസ് മോഡ് എന്നുള്ളതും ലോഗായിട്ട് വരും. ഫയർഫോക്സിലും ഹെഡ്ലെസ് ആയിട്ട് എക്സിക്യൂട്ട് ആയി. ഇനി നമുക്ക് എഡ്ജിലും കൂടെ റൺ ചെയ്യാം ഹെഡ്ലെസ് ആയിട്ട്. ഇത്തവണ ഡബിൾ കോട്ട്സും കൂടെ ഞാൻ കൊടുക്കുവാണ്. 3 വേരിയേഷൻ ഞാൻ കാണിച്ചു. മൈക്രോസോഫ്റ്റ് എഡ്ജ് വെബ് ഡ്രൈവർ എന്നുള്ള ലോഗോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എഡ്ജ് ആയിട്ട് ടെസ്റ്റ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന എഡ്ജിലും ഹെഡ്ലെസ് ആയിട്ട് എക്സിക്യൂട്ട് ആയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.